ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഒന്ന് കണ്ടാലോ? അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റുന്നത്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും മാച്ച് ആവുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോകാം ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിലോട്ട് കടുകും ജീരകവും പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോയും ഒരു ക്യാരറ്റുമാണ് ചേർത്തേക്കുന്നത്. മീഡിയം സൈസ് 4 പൊട്ടറ്റോ ആയിരുന്നു. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും കൂടെ അതിൻ്റെ സെൻറ്ററിലോട്ടിട്ട് 2 സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. എന്നാലേ നമ്മുടെ ബാക്കിയുള്ള മസാലകൾ ചേർക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ 2 സവാളയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ഈ പൊട്ടറ്റോയും ക്യാരറ്റുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നേരത്തേക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മൂടി വയ്ക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ആ മൂടി ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാനൊരു 6 പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 6 ചേർത്തിട്ടുണ്ട്. എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അന്നേരം എത്ര സ്പൈസി വേണോ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതും ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം തുറന്നിട്ട് വേണം മറ്റുള്ള ചേരുവകൾ, അതായത് ഞാനിതിൻ്റെ കൂടെ ഒരു 4-5 ഉണക്കമുളകും കൂടെ ചെറുതായിട്ട് പീസാക്കി ഇടുന്നുണ്ട്. കരിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ബീൻസും മട്ടറും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പം ഇവിടെ ചേർത്തിട്ടില്ല. മറ്റുള്ള വെജിറ്റബിൾസ് അത്ര ഇതിന് സൂട്ടാകത്തില്ല. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം വേണമെങ്കിൽ. കോളിഫ്ലവർ അങ്ങനെയൊക്കെ ചേർക്കാം. പക്ഷേ അതൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മട്ടർ പിന്നെ ബീൻസ് ഇത് ഓക്കെയാണ് കേട്ടോ. ഇതും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊട്ടറ്റോയും ക്യാരറ്റും മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ ഇത് മാത്രം മതി കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇത് രണ്ടും. അന്നേരം ഇത് മാത്രം വെച്ച് ഈ സ്റ്റൂ ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. എരിവിന് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂത്ത് വരണം മസാല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം, ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയം തന്നെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ഒന്ന് നോക്കിയേക്കാം. ഇവിടെ ഇപ്പോൾ ഇച്ചിരി സോൾട്ടിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം മൂടിയൊക്കെ മാറ്റി നോക്കിയപ്പോഴത്തേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ കോക്കനട്ട് പൗഡർ തന്നെയാണ് ചേർക്കുന്നത്. ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം ഞാൻ തേങ്ങാ പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തത് 1 കപ്പ്, വലിയൊരു കപ്പിനാണ് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഗ്രേവി അനുസരിച്ച് തേങ്ങാപ്പാൽ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഒരുപാട് ലൂസ് ആയിട്ടിരിക്കുകയും ചെയ്യരുത്. എന്നാൽ ഒരു ചെറിയ തിക്ക് കൺസിസ്റ്റൻസിയും വേണം. എന്ന് വെച്ചാൽ അപ്പത്തിനൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവിയും വേണമല്ലോ. ഭയങ്കര തിക്കും ആവരുത്, എന്നാൽ ഒത്തിരി ലൂസായിട്ടുള്ള ഒരു പരുവമാവരുത്. ഒരു നോർമൽ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രീതിയിൽ എടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല.
തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ ഒന്ന് എരിവും ആ ഗരം മസാലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ ഒന്നുകൂടെ വരാനായിട്ടാണ് ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുത്തത്. ഇനിയൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഒന്നിൽ നമുക്ക് നെയ്യിൽ നട്ട്സും കിസ്മിസും മൂപ്പിച്ചിടാം. ഇവിടെ ഇപ്പം ഞാൻ നട്ട്സും കിസ്മിസും മൂപ്പിച്ചിടുന്നില്ല. അതിന് പകരം 1 ടീസ്പൂൺ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നത്. ഇത് സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും ഇതും കൂടെ ആഡ് ചെയ്യുക. നട്ട്സും കിസ്മിസും വേണമെങ്കിൽ അതും കൂടെ വറുത്തിടാം കേട്ടോ ഈ നെയ്യിൽ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഒന്ന് മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ്സിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കാവുള്ളൂ. അന്നേരത്തേക്കാണ് അതെല്ലാം നന്നായിട്ട് പിടിച്ച് ആ ഒരു റിയൽ ടേസ്റ്റ് വരുള്ളൂ. 5 മിനിറ്റ്സിന് ശേഷം തുറന്നപ്പം കണ്ടോ കറക്റ്റ് അതി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിലോട്ട് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അപ്പം ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കൂടി കാണാമെന്ന പ്രതീക്ഷയോടെ പോട്ടെ. അപ്പോൾ ബൈ ഫ്രം സ്വപ്ന അരുൺ.